ഇന്ന് നമുക്ക് ചക്ക കുമ്പിളപ്പം ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന റവയാണ് കേട്ടോ. റവ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കൂഴച്ചക്കയാണ്, അത് മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുകയാണ്. 2 കപ്പ് റവയുണ്ട്, 2 കപ്പ് തേങ്ങയുണ്ട്. ഈ കൂഴച്ചക്കപ്പഴവും 2 കപ്പാണ്. പിന്നെ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജീരകം ഉണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയുണ്ട്, ഒരു പിഞ്ച് ഉപ്പുണ്ട്. ഇത്രയാണ്. നമുക്ക് ആദ്യം റവ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്ത് അത് ചൂടാറാൻ നമുക്ക് വെക്കണം. ചൂടാറി, നല്ല ചൂടാറണേ, ഫുള്ള് ചൂടാറി തണുത്ത ശേഷം നമുക്ക് ഈ ചക്കപ്പഴം അതിലോട്ടിടാം. എല്ലാം ഇതിലോട്ട് തന്നെ, ഈ വലിയ പാത്രമാണല്ലോ, ഇതിൽ തന്നെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചക്ക അരച്ചത് ചേർത്തു. തേങ്ങ, നല്ല വിളഞ്ഞ് മൂത്ത തേങ്ങ കൊത്തിയെടുത്തിട്ട് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ തരിതരിപ്പുണ്ടാവും അപ്പം കഴിക്കുമ്പം. തേങ്ങ ചിരണ്ടി ചേർക്കുന്നതിൽ നല്ല ഇതാണ്. പിന്നെ ഏലക്ക, ജീരകം, ഉപ്പ് ഇത് ചേർത്ത് ശർക്കര പാനി ചേർക്കണം. ഞാൻ നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. നെയ്യ് ശരിക്കും ഓപ്ഷണലാണേ. നമ്മുടെ ട്രഡീഷണൽ വേയിൽ നെയ്യൊന്നുമില്ല. എൻ്റെ കയ്യിലൊരു ഇച്ചിരി നെയ്യ് മിച്ചം വന്നതാണ് വേറൊരു ആഹാരം ഉണ്ടാക്കിയ ശേഷം. അപ്പം ഞാൻ ഓർത്ത് കളയണ്ട, ഉപയോഗിക്കാം, ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവുകയല്ലേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാൻ ശക്കലീശ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ലൂസായി പോകരുത്. തേങ്ങയും എല്ലാം രണ്ടാമത് അതൊക്കെ ചേർത്ത് കേട്ടോ. നെയ്യും ചേർത്തു, ശർക്കര ചേർത്തില്ല, അത്രയും മതി. മധുരം ഉണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് കുമ്പിള് കുത്തി അപ്പം വേവിക്കാൻ വെക്കാം. എനിക്ക് കുമ്പിളയിലൊന്നും കിട്ടിയില്ല കേട്ടോ, പ്ലാവിലയാണ്. നല്ല പോലെ കഴുകി ഉണക്കി എടുത്തിട്ട് ഇങ്ങനെ അകത്തേക്ക് മടക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന മാവ് പ്രസ് ചെയ്ത്, ഇച്ചിരി ശക്തിക്ക്, ഒരുപാട് ശക്തിയല്ല, എന്നാലും പ്രസ് ചെയ്ത് ഇറക്കി വയ്ക്കണം. എന്നിട്ട് ഈ ഞെടുപ്പ് കളയരുത്, അതിങ്ങനെ അകത്തോട്ട് കുത്തി ഇറക്കി വെച്ചാൽ മതി. അവിടെ ഇരുന്നോളും. ഇങ്ങനെ നമുക്ക് എല്ലാം കുമ്പിള് കുത്തി ഒരു 15 മിനിറ്റ് വേകണം. വെന്ത ശേഷം നമുക്കിത് വെന്തോന്നറിയാനായിട്ട് ഒരു കോല്, ഒരു കമ്പ്, എന്തെങ്കിലും ടൂത്ത് പിക്ക് ആയാലും മതി, ഇട്ടിട്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കുത്തി നോക്കുക. കുത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ അപ്പം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.